പൈതൃകം ഗുരുവായൂരിന്റെ കഴിഞ്ഞ 10-25 വർഷമായി ഗുരുവായൂരിന്റെ സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൈതൃകത്തെ സംബന്ധിച്ച് ഈ ഒരു ഓഫീസ് പലരും ഇവിടെ വന്ന് സന്ദർശിക്കാറുണ്ട്. അത് പൈതൃകത്തിന്റെ ആ പ്രവർത്തനങ്ങൾക്ക് ഒരു അംഗീകാരമായിട്ടാണ് പൈതൃകം കരുതുന്നത്. ഇന്ന് ആരാധനായ നമ്മുടെ പൈതൃകം കലാക്ഷേത്രത്തിന്റെ ചെയർമാൻ കൂടിയായ പ്രസിദ്ധനായ ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് ലണ്ടനിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ആരാധനായ സകലകലാ വല്ലഭൻ എന്ന രീതിയിൽ ഇപ്പോൾ അറിഞ്ഞ ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസർ, SIN എന്ന നെറ്റ്വർക്കിന്റെ MD ഫൗണ്ടർ, അതുപോലെ കീർത്തനവും അഷ്ടപതിയും ഒക്കെ വായിക്കാൻ കഴിവുള്ള ആരാധനായ രജിത് ശങ്കരനാരായണൻ അവരുടെ ഫാമിലിയുമാണ്. അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും കുടുംബാംഗങ്ങളൊക്കെ സഹധർമ്മിണി അടക്കമുള്ള കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം പൈതൃകം ഗുരുവായൂരിന്റെ ഒരു ചെറിയ ഉപഹാരം നൽകാൻ ആഗ്രഹിക്കുകയാണ്. അത് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പരിചയപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മണലൂർ ഗോപിനാഥിനെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കും. നമസ്കാരം. ഞാനൊന്ന് വളരെ സന്തോഷത്തിന്റെ ഒരു നിമിഷമാണിത്. കഴിഞ്ഞ വർഷം UK ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റി സന്ദർശിക്കാൻ ഒരു അവസരം എനിക്ക് ലഭിച്ചു. അവിടെ ഓട്ടംതുള്ളൽ എന്ന മലയാളത്തിന്റെ തനത് കലയെ അല്ലെങ്കിൽ ജനകീയ കലയെ അവിടെ രംഗത്ത് അവതരിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ആ കലാരൂപത്തെക്കുറിച്ച് നമ്മുടെ മലയാളികൾ അറിയുന്നതിലും കൂടുതൽ അറിയാനുള്ള ആഗ്രഹം അവിടുത്തെ പ്രൊഫസർമാർക്കും ഒക്കെ താല്പര്യമെടുത്തുകൊണ്ട് തന്നെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് അതിനെക്കുറിച്ച് അവതരിപ്പിക്കാൻ തന്ന ആ ഉദ്യോഗസ്ഥര് പിന്നീട് അത് 2 മണിക്കൂറോളം ഈ കലാരൂപത്തെക്കുറിച്ച്, അതിന്റെ വേഷവിധാനങ്ങളെക്കുറിച്ച്, രംഗാവതരണത്തെക്കുറിച്ച്, കഥയെക്കുറിച്ച്, ചരിത്രം, കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ സവിസ്തരം ചോദിച്ചറിയുകയും അപ്പോൾ തന്നെ അവരത് രേഖയാക്കുകയും ചെയ്തത് ഞാനിന്ന് ഓർക്കുകയാണ്. അതിനുശേഷം ഈ പെർഫോമൻസ് ചെയ്യുവാനായിട്ട് നമുക്കൊരു അവസരം തരികയും ഒരു ദിവസം നമുക്ക് തന്ന് ആ ദിവസം തന്നെ അവിടെ ചെന്ന് അവരുടെ വിസിറ്റേഴ്സ്, പ്രൊഫസേഴ്സ്, അതുപോലെ തന്നെ അവിടുത്തെ സെനറ്റ് മെമ്പർമാര് ഉൾപ്പെടെയുള്ള അവിടെ പഠിക്കുന്നവരുൾപ്പെടെയുള്ളവരുടെ ഒരു സദസ്സിൽ വെച്ച് ഈ മലയാളത്തിന്റെ തനത് കല അവതരിപ്പിക്കാൻ എനിക്ക് അവസരമുണ്ടാകുകയും ആ സമയത്താണ് ശ്രീ രഞ്ജിത്ത് ശങ്കരനാരായണൻ എന്ന ഒരു വ്യക്തിത്വത്തെ അവിടെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഇതിനെക്കുറിച്ച് ആധികാരികമായി ചോദിച്ചറിയുകയും മാത്രമല്ല കൂടുതൽ അവരുടെ ഭാഷയിൽ അത് തർജ്ജമ ചെയ്ത് കൊടുക്കാനും ഈ കലാരൂപത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാനും എനിക്ക് വലിയൊരു സഹായമായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും പിന്നീടാണ് അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബന്ധമാണ് എനിക്ക് അദ്ദേഹമായിട്ടുള്ളത്. മാത്രമല്ല ഈ തുള്ളൽ കലയിലെ സാധ്യതകൾ എന്ന ആ ഒരു മെസ്സേജ് അദ്ദേഹം ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റി ഒന്നിച്ചുള്ള ഒരു സംഗമം ഉണ്ടായിരുന്നു ഗ്രീസിൽ വെച്ചിട്ട്, ഏതൻസിൽ വെച്ചിട്ട്. ഓൾ കേരള ആർട്സ് ഓഫ് വേൾഡ് അലയൻസ് ഓഫ് ആർട്സ് എന്ന് പറയുന്ന ഒരു ഉച്ചകോടിയിൽ മലയാളത്തിന്റെ തനത് കലയെ അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് വലിയൊരു കാര്യമായി കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനായിരിക്കാം പിന്നീട് ഒരു വർഷം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ വന്നു. ഇന്ന് വൈകുന്നേരം മൂകാംബികയിൽ പോവുകയാണ്. കുടുംബസമേതം വന്നിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ പൈതൃകത്തിലേക്ക് വന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തുക എന്നുള്ള തിരക്ക് പിടിച്ചൊരു ഓട്ടപ്രദക്ഷിണമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും നമ്മുടെ ഈ ചെറിയ ഓഫീസിലേക്ക് വന്ന് പൈതൃകവുമായി ബന്ധപ്പെടുവാനും പൈതൃകത്തിലേക്ക് വന്നതിനും അവരുടെ കുടുംബത്തോടും അച്ഛനോടും അമ്മയോടും അമ്മൂമ്മയോടും കുടുംബത്തോടും വളരെ സ്നേഹത്തോടെ ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും പൈതൃകത്തിന് വേണ്ടിയും ഞാൻ വളരെയധികം നന്ദി ആശംസകൾ നേർന്നുകൊണ്ടു. അദ്ദേഹത്തിന് പൈതൃകത്തിന് വേണ്ടിയുള്ള ഒരു ഉപഹാരം ഓർക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് പൊന്നാട ചാർത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ പൈതൃക കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്ങത്ര അവരുടെ വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുകയാണ്. പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ സംസ്കാരവും പൈതൃക കലകളും പൈതൃകവും ഒക്കെ പ്രചരിപ്പിക്കുന്നതിനാണ് പൈതൃകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന ഒരാളെ ആദരിക്കാൻ ലഭിക്കുക എന്ന് പറഞ്ഞ വലിയ ഭാഗ്യമാണ്. അതുപോലെ പൈതൃകത്തെയും നെഞ്ചിലേറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടക്കമുള്ള നെറ്റ്വർക്കിലൂടെ പൈതൃകത്തെയും നെഞ്ചിലേറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒന്ന്